സോ ഇന്ന് നമ്മൾ സെനർ ഡയോഡിന്റെ പ്രോബ്ലം സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും. എ 50 volt Zener diode is used to obtain a regulated output voltage across a load 10 kilo ohm. The series resistor is 5 kilo ohm. If the input voltage changes from 80 to 120 volt, find the maximum and minimum Zener current. ഇവിടെ ക്വസ്റ്റ്യൻ അക്രോസ് എ ലോഡ് 10 കിലോ ഓമേ ഉള്ളൂ. ഒരു സെന്റൻസ് അവിടെ മിസ്സിംഗ് ഉള്ളത്. ദർ ഇസ് എ ഡേറ്റ ദ സീരീസ് റെസിസ്റ്റർ ഈസ് 5 കിലോ ഓം. സീരീസ് റെസിസ്റ്ററിന്റെ വാല്യൂ 5 കിലോ ഓം ഒന്നും കൂടെ ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യനിൽ ആ ഡേറ്റ മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പടം വരയ്ക്കാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സെനർ ഡയോഡിന്റെ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിന്റെ പടം വരയ്ക്കുക. പടം നിങ്ങൾക്കറിയാം, ഒരു സോഴ്സ് കാണും, ആൻഡ് വി ഹാവ് എ സീരീസ് റെസിസ്റ്റർ കാണും. Then we have a Zener diode in reverse biased mode. Across that we will connect a load resistor RL. ഇതാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്. അപ്പോൾ സെനർ ഡയോഡിന്റെ വോൾട്ടേജ് എത്രയാണോ അതായിരിക്കും RLന് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഓരോ ഡേറ്റ ആയിട്ട് നോക്കാം. A 50 volt Zener diode is used to obtain a regulated output voltage across a load 10 kilo ohm. അപ്പോൾ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് 10 kilo ohm ആണ്. So RL equal to 10 kilo ohm. A 50 volt Zener diode is used. അപ്പോൾ ഇതിന്റെ VZ എന്ന് പറയുന്നത് 50 വോൾട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എത്രയായിരിക്കും? RL അക്രോസ് ആയിട്ട് കിട്ടുന്നതും എത്രയായിരിക്കും? 50 വോൾട്ട് ആയിരിക്കും. The series resistor is 5 kilo ohm. ഈ സീരീസ് റെസിസ്റ്റർ 5 kilo ohm ആണ്. R എന്ന് പറയുന്നത് 5 kilo ohm ആണ്. If the input voltage changes from 80 to 120 volt, so the input voltage is changing. It is from 80 to 120 volt. Find the maximum and minimum Zener current. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പടം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം Zener കറന്റ് ആണ്. ഈ സെനർ ഡയോഡിൽ കൂടി നമുക്കറിയാം സെനർ കറന്റ് മാക്സിമം ഉണ്ട്, സെനർ കറന്റ് മിനിമം ഉണ്ട്. ആ മാക്സിമത്തിലും മിനിമത്തിന്റെ ഇടയ്ക്കാണ് അവൻ എന്താകുന്നത്? റെഗുലേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മിനിമം വാല്യൂവും ഈ മാക്സിമം വാല്യൂവും എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡേറ്റ പഠിച്ചു. സെനർ കറന്റ് മിനിമം ആകുന്നത് വോൾട്ടേജ് സോഴ്സ് മിനിമം ആകുമ്പോഴായിരിക്കും. സെനർ കറന്റ് മാക്സിമം ആകുന്നത് വോൾട്ടേജ് സോഴ്സ് മാക്സിമം ആകുമ്പോഴായിരിക്കും. സോ ദിസ് എ കണ്ടീഷൻ. സോ സെനർ കറന്റ് മിനിമം ആകുമ്പോൾ വോൾട്ടേജ് എത്രയായിരിക്കും? 80 വോൾട്ടേജ് ആയിരിക്കും. സെനർ കറന്റ് മാക്സിമം ആകുന്നത് വോൾട്ടേജ് 120 വോൾട്ടേജ് ആകുമ്പോഴായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വേണ്ടത് രണ്ട് രീതിയിലായാലും we need to know what is this Zener current IZ. അത് മിനിമം ആകാം, മാക്സിമം ആകാം. 80 കൊടുത്ത് ചെയ്താൽ you will get IZ minimum, 120 കൊടുത്ത് ചെയ്താൽ you will get IZ maximum. ഇവിടെ അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഡേറ്റ നമുക്കുണ്ട്? അപ്പം ഈ IZ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ലോ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ത് ചെയ്താൽ മതി? ഈ സോഴ്സ് ഉപയോഗിച്ച് there is a current I will flow in the circuit. ടോട്ടൽ കറണ്ട് ആയ I അവിടെ ഫ്ലോ ചെയ്യും. at this point അതെന്താകും? IZ ആയിട്ട് താഴോട്ട് വരും. IL ആരിൽ കൂടി ഒഴുകും? RL ൽ കൂടി ഒഴുകും. ഇവിടെ നമുക്ക് IZ ഈ രണ്ട് കണ്ടീഷനും കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് IZ ഈക്വൽ ടു I മൈനസ് IL ആണ്. ടോട്ടൽ കറണ്ടിനെ ലോഡ് കറണ്ട് കൊണ്ട് മൈനസ് ചെയ്താൽ മതി. കാരണം I എന്ന് പറയുന്നത് IZ പ്ലസ് IL ആയിരിക്കും. നിങ്ങൾക്ക് IL കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡേറ്റ നിങ്ങൾക്കുണ്ടോ? നമ്മുടെ കഴിഞ്ഞ സെഷനുകളെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ ആണ്. V/R വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് IL എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെയൊക്കെ അറിയാം? വി നോ RL. ലോഡ് റെസിസ്റ്റർ ഡേറ്റയിലുണ്ട്. ഇറ്റ് ഈസ് 10 കിലോ ഓം. RLന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് നമുക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി വോൾട്ടേജ് ഓഫ് ദ സെനർ വോൾട്ടേജ് ആയിരിക്കും RLന് അക്രോസ് ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് വോൾട്ടേജ്. സോ VL നമുക്കറിയാം, ഇറ്റ് ഈസ് 50 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? IL കണ്ടുപിടിക്കാം. IL ഈസ് നത്തിങ് ബട്ട് VL ബൈ RL അല്ലേ?
നമുക്കിവിടെ വേണ്ടത് ഐസെറ്റിന്റെ വാല്യൂ ആണ്. ഐസെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കറണ്ടും കണ്ടുപിടിക്കണം. ഐയും കണ്ടുപിടിക്കണം, ടോട്ടൽ കറണ്ടും കണ്ടുപിടിക്കണം, ലോഡ് കറണ്ടും കണ്ടുപിടിക്കണം. അപ്പൊ ലോഡ് കറണ്ട് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. വി എൽ അറിയാം 50 വോൾട്ട്, കാരണം സെന്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും RL അക്രോസ് ആയിട്ട് വരുന്നത്. RL തന്നിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് IL ഈക്വൽ ടു VL ബൈ RL. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VL എത്രയാണ്? VL ഈസ് 50 ഡിവൈഡഡ് ബൈ RL 10 കിലോ ഓം ആണ്. അപ്പൊ അതിന് എന്തിലേക്ക് കൊണ്ടുപോകണം? ഓമിലേക്ക് കൊണ്ടുപോകണം. സോ 10 ഇൻറ്റു 10, അത് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ യൂണിറ്റുകൾ കറക്റ്റ് ആയിരിക്കണം. 50 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10⁻3. ഒന്ന് ചെയ്ത് നോക്കേ, എത്ര വരുമെന്ന് നോക്കുക. ഉത്തരം 5 ഇൻറ്റു 10⁻³ ആംപിയർ വന്ന് കാണണം. 5 ഇൻറ്റു 10⁻³ ആംപിയർ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 5 മില്ലി ആംപിയർ. നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിച്ചു? ലോഡ് കറണ്ട് കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് ലോഡ് കറണ്ട് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, സെനർ കറണ്ട് മാക്സിമം ആയാലും സെനർ കറണ്ട് മിനിമം ആയാലും ലോഡ് കറണ്ട് മാറത്തില്ല. കാരണം എന്താ? ലോഡ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസും RL-ഉമാണ്. അത് എത്ര നാള് ഫിക്സ്ഡ് ആയിരിക്കുമോ നിങ്ങൾക്ക് കിട്ടുന്ന ലോഡ് കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഈ രണ്ട് കേസിലും വി ക്യാൻ യൂസ് ദിസ് വാല്യൂ. IL എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 മില്ലി ആംപിയർ ആയിരിക്കും. ആരേ മാറത്തുള്ളൂ? ഈ ടോട്ടൽ കറണ്ട് ആയ I ആയിരിക്കും ഈ രണ്ട് കണ്ടീഷനിൽ മാറുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മാക്സിമം സെനർ കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ മാക്സിമം സെനർ കറണ്ടിന്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാക്സിമം IZ. അപ്പോൾ മാക്സിമം സെനർ കറണ്ട് വരുന്നത് സോഴ്സ് വോൾട്ടേജ് എന്താകുമ്പോഴാണ്? മാക്സിമം ആകുമ്പോഴാണ്. സോ BS എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 120 വോൾട്ടേജ് ആയിരിക്കും. സോഴ്സ് വോൾട്ടേജ് 120. ഇനി നമുക്ക് എന്തറിയണം? IZ മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. എന്താ? IZ മാക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോർമുല അറിയാം. ഇറ്റ് ഈസ് I മൈനസ് IL. IL നിങ്ങൾക്ക് അറിയാം, കണ്ടുപിടിച്ചു 5 മില്ലി ആംപിയർ. I കണ്ടുപിടിക്കണം. I എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് ആയിരിക്കും I, അല്ലെ? ടോട്ടൽ കറണ്ട് ആരിൽ കൂടി ഒഴുകുന്നുണ്ട്? കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ, ഈ സീരീസ് റെസിസ്റ്ററിൽ എത്രമാത്രം കറണ്ട് ഒഴുകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ അതായിരിക്കും I. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? കാരണം ഒരു കാര്യം ഇവിടെ നോക്കിയാൽ മതി, R-ന് അക്രോസ് എത്ര ഡ്രോപ്പ് വരും? കാരണം നമുക്ക് R-ന്റെ വാല്യൂ അറിയാം. സോ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല, വോൾട്ടേജ് അക്രോസ് R ഡിവൈഡഡ് ബൈ R. അപ്പോൾ വോൾട്ടേജ് അക്രോസ് R എത്രയായിരിക്കും? അതിനെ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ക്രിസ്റ്റോസ് വോൾട്ടേജോ ഉപയോഗിക്കുക. കാരണം നമുക്കുള്ളത് 120 വോൾട്ടേജ് ആണ് നമ്മുടെ സോഴ്സ് വോൾട്ടേജ്. 120 വോൾട്ടേജ് എന്ന് പറയുന്ന സോഴ്സ് വോൾട്ടേജ് എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യും? ഒന്ന് R-ന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. I ഇൻറ്റു R ആണ് നമുക്ക് വേണ്ടത്. I ഇൻറ്റു R-ൽ ഡ്രോപ്പ് ചെയ്യും. പ്ലസ് എവിടെ ഡ്രോപ്പ് ചെയ്യും? സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ്. അത് നമുക്കറിയാം എത്രയാ? 50 വോൾട്ടേജ്. സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് 50 വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് R എത്രയായിരിക്കും? വോൾട്ടേജ് അക്രോസ് R VR എന്ന് പറയുന്നത്, വോൾട്ടേജ് അക്രോസ് R എത്രയായിരിക്കും? എളുപ്പമല്ലേ? 120 മൈനസ് 50 എത്രയായിരിക്കും? 70 വോൾട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാൻ. നമുക്ക് മാക്സിമം സെനർ കറണ്ട് വേണം. സോ ഫസ്റ്റ് ഇൻഫറൻസ് എന്ന് പറയുന്ന മാക്സിമം സെനർ കറണ്ട് എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ. അപ്പോൾ സെനർ കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയൊക്കെ അറിയണം? ടോട്ടൽ കറണ്ടും ലോഡ് കറണ്ടും അറിയണം. ലോഡ് കറണ്ട് കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് R-ന്റെ വാല്യൂ അറിയാം, വോൾട്ടേജ് അക്രോസ് R കണ്ടുപിടിക്കുക. വോൾട്ടേജ് അക്രോസ് R കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ആരെ കിട്ടും? I കിട്ടും. അപ്പോൾ VR നമ്മൾ കണ്ടുപിടിച്ചു. സോ വാട്ട് ഈസ് I എന്ന് പറഞ്ഞാൽ VR ഡിവൈഡഡ് ബൈ R. I എന്ന് പറഞ്ഞാൽ VR ഡിവൈഡഡ് ബൈ R. VR എത്രയാണ്? 70 ആണ്. R എത്രയാണ്? 5 കിലോ ഓം ആണ്. സോ 5 ഇൻറ്റു 10⁻3. 5 ഇൻറ്റു 10⁻3. I എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? ഇത് 14 ഇൻറ്റു 10⁻³ ആംപിയർ കിട്ടണം. 14 ഇൻറ്റു 10⁻³ ആംപിയർ. അപ്പൊ നമുക്ക് IL കിട്ടി 5 മില്ലി ആംപിയർ.
ഐ കിട്ടി, ഇറ്റ് ഈസ് 14 മില്ലി ആംപിയർ. രണ്ടെണ്ണം കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് ഐ സെഡ് മാക്സ് കണ്ടുപിടിക്കാം. ഐ സെഡ് മാക്സ് ഇസ് നത്തിങ് ബട്ട് വാട്ട്? ഐ മൈനസ് ഐ എൽ. 14 മൈനസ് 5 എത്രയായിരിക്കും? 9 മില്ലി ആംപിയർ. 9 milli ampere. So in this way we can calculate the maximum Zener current. Maximum Zener current നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം Zener current കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ലോഡ് കറണ്ട് കണ്ടുപിടിക്കണം. അത് മാക്സിമം ആയാലും മിനിമം ആയാലും സെയിം ആണ്. ഇനി മാക്സിമം Zener current നമ്മൾ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ സെൻട്രൽ വോൾട്ടേജ് ഇസ് മാക്സിമം. ആ 120 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നു? ഐ കണ്ടുപിടിക്കുന്നു. ഐ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആറിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് നോക്കിയാൽ 120 വോൾട്ട് ഇവിടെയും ഇവിടെയുമായിട്ട് ഡ്രോപ്പ് ചെയ്യും. ഇവിടത്തെ ഡ്രോപ്പ് കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഈസ് 50. അപ്പൊ ഇവിടത്തെ ഡ്രോപ്പ് എത്രയും കണ്ടുപിടിക്കുക. റെസിസ്റ്റർ ഉണ്ട്, അവിടെ നിന്ന് കറണ്ട് കണ്ടുപിടിക്കുക, ഐ കിട്ടും മൈനസ്. സോ യുവർ അസൈൻമെന്റ് ഈസ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ മിനിമം സെനർ കറണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിന് മുന്നേ സെനർ കറണ്ട് മിനിമം സെനർ കറണ്ട് ഈ പ്രോബ്ലത്തിൽ നിന്നും കണ്ടുപിടിക്കും. വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ച് ഇത് ചെയ്ത് മനസ്സിലാക്കി ഇതേ പ്രക്രിയ എന്തുപയോഗിച്ചാൽ മതി? യൂസ് ദ സോഴ്സ് വോൾട്ടേജ് ആസ് 80. മിനിമം സെനർ കറണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം ശ്രദ്ധിക്കുക. എ 9 volt regulated supply is required to run a car stereo system from 12 volt battery. A Zener diode with Vz equal to 9 volt and Pmax equal to 0.25 watt is used as a voltage regulator. Find the value of the series resistor. ഒരിക്കലും ക്വസ്റ്റ്യൻ നോക്കണം. നമ്മുടെ കയ്യിൽ ഒരു കാർ സ്റ്റീരിയോ ഉണ്ട്. കാർ സ്റ്റീരിയോ റൺ ചെയ്യേണ്ട വോൾട്ടേജ് 9 വോൾട്ട് ആണ്. നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അപ്പൊ 9 വോൾട്ട് മാത്രമേ കാർ സ്റ്റീരിയോയ്ക്ക് വരാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെനർ ഡയോഡ് ഉപയോഗിക്കുന്നു. സെനർ വോൾട്ടേജ് 9 ആണ്. അതിന്റെ പി മാക്സ് ആണ് തന്നിരിക്കുന്നത്. പവർ റേറ്റിംഗ്, മാക്സിമം പവർ റേറ്റിംഗ് തന്നിട്ടുണ്ട് 0.25 വാട്ട്. എങ്കിൽ സീരീസ് റെസിസ്റ്റർ എത്രയായിരിക്കും? കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങളൊരു മാക്സിമം സെനർ കറണ്ട് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പവർ റേറ്റിംഗ്. അപ്പോൾ ആ മാക്സിമം സെനർ കറണ്ട് വരുന്ന സമയത്ത് ആ മാക്സിമം കറണ്ട് സോഴ്സിൽ നിന്നായിരിക്കും വരുന്നത്. അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ വേണം നിങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റർ എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പിന്നെയും ആ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ പടം വരയ്ക്കുന്നു. നമ്മൾ ഡേറ്റ ഒന്ന് മാർക്ക് ചെയ്യുന്നു. 12 വോൾട്ട് ആണ് ബാറ്ററി. സീരീസ് റെസിസ്റ്റർ എത്രയും നമുക്ക് അറിയത്തില്ല. 9 വോൾട്ടേജ് ആണ് സെനർ ഡയോഡ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു കാർ സ്റ്റീരിയോ ആണ്. 9 വോൾട്ടേജ് കിട്ടണം. നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ദിസ് സീരീസ് റെസിസ്റ്റർ. ഈ സീരീസ് റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ R ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. R കണ്ടുപിടിക്കാൻ നമുക്ക് V/I മതി. അതായത് ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും, എത്ര കറണ്ട് ഒഴുകും. ഇതിൽ ആദ്യം V കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും എന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്രയായിരിക്കും സീരീസ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ്? VR 12 വോൾട്ട് ആണ് നിങ്ങളുടെ സോഴ്സ്. ഒരു ഡ്രോപ്പ് ഇവിടെ, ഒരു ഡ്രോപ്പ് ഇവിടെ. അപ്പൊ 9 വോൾട്ട് ഇവിടെ ഉണ്ട്, 12 ഉണ്ട്. ബാക്കി എത്രയായിരിക്കും നിങ്ങളുടെ സീരീസ് റെസിസ്റ്ററിൽ വരുന്നത്? സോ ഇറ്റ് ഈസ് 12 മൈനസ് 9, 3 വോൾട്ട് ആയിരിക്കും അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? ഇവിടത്തെ V കിട്ടി. ഇനി ആരെയും കൂടെ വേണം നിങ്ങൾക്ക്. ഐയും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഇസ് ദ ടോട്ടൽ കറണ്ട് I? ഈ ഐ എന്ന് പറയുന്നത് ഒരെണ്ണം ഇങ്ങോട്ട് ഒഴുകും, ഒരെണ്ണം IL കൂടി ഒഴുകും. ഇവിടെ ഡേറ്റയിൽ നമുക്ക് തന്നിട്ടുള്ളത് പി മാക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. പി മാക്സ് ഈക്വൽ ടു 0.25 വാട്ട്. പവർ റേറ്റിംഗ് ആണ് പി മാക്സ് എന്ന് പറയുന്നത്. ഏതിൽ കൂടി? സെനറിൽ കൂടി ഒഴുകുന്നു. അപ്പൊ പി മാക്സിന്റെ ഫോർമുല നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് ഇൻറ്റു IZ മാക്സ്. കാരണം പവർ റേറ്റിംഗ് മാക്സിമം ആവുന്നത് IZ മാക്സിമം ആവുമ്പോഴായിരിക്കും. അതാണ് എത്രയെന്ന് പറയുന്നത്? 0.25 വാട്ട്. ഓക്കെ,
അപ്പോൾ ഒരു കാര്യം ഇവിടെ ഉള്ളത്, സെനറിൽ കൂടി മാക്സിമം കറണ്ട് പോയാൽ നിങ്ങൾക്ക് IL ൽ കൂടി എത്ര കറണ്ട് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? IL മിനിമം ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം I is constant. IZ മാക്സിമം ആയാൽ ആര് കുറയും? IL കുറയണം. ഇവിടെ IL നെ കുറിച്ച് വേറെ ഒരു ഇതും പറയാത്തത് കൊണ്ട് ഐഡിയൽ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് IZ മാക്സിമം ആയാൽ IL മിനിമം എത്രയാകുമെന്നാണ് ഐഡിയൽ കണ്ടീഷൻ? 0 ആകും എന്നതാണ് ഐഡിയൽ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ആ ഐഡിയൽ കണ്ടീഷൻസ് ഇവിടെ എടുക്കുന്നു. ആ ഐഡിയൽ കണ്ടീഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? I കിട്ടും. കാരണം വാട്ട് ഇസ് I എന്ന് പറയുന്നത് ഇവിടെ ഒഴുകുന്ന കറണ്ട് IZ മാക്സിമം ആണെന്ന്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് IL മിനിമം ആയിരിക്കും. IZ മാക്സിമം വന്നതുകൊണ്ടാണ് IL എന്തായത്? മിനിമം ആയത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇക്വേഷനിൽ നിന്നും VZ into IZ max equal to 0.25 വാട്ട്, ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? IZ മാക്സിമം കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.25 വാട്ട് ഡിവൈഡഡ് ബൈ VZ. VZ എന്ന് പറഞ്ഞാൽ 9. 0.25 വാട്ട് ഡിവൈഡഡ് ബൈ 9. എത്രയാണ് IZ മാക്സിമം നോക്കെ? 0.03 ആംപിയർ കിട്ടണം. 0.03 ആംപിയർ കിട്ടണം. IZ max 0.03 ആംപിയർ. ഇവിടെ നമ്മൾ I കണ്ടുപിടിക്കാം. I ഈക്വൽ ടു IZ മാക്സിമം എത്രയാ? 0.03 ആംപിയർ പ്ലസ് 0. നത്തിങ് ബട്ട് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 0.03 ആംപിയർ. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഏറ്റവും മാക്സിമം കണ്ടീഷനിൽ വന്ന മാക്സിമം കറണ്ടാ. ഈ കറണ്ടിനെ വിസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കറണ്ട് യൂണിറ്റ് റെസിസ്റ്റർ ഇവിടെ കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ സർക്യൂട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 0.03. അതുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ കണ്ടീഷൻ അങ്ങനെ എടുത്തത്. ഏറ്റവും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കറണ്ട് മാക്സിമം ഇറ്റ് ഈസ് 0.03 ആംപിയർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നൗ യു നോ ദ റിലേഷൻ R ഈക്വൽ ടു V ബൈ I. R ഈക്വൽ ടു V ബൈ I. V നേരത്തെ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 0.03. 3 ഡിവൈഡഡ് ബൈ 0.03. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്ര ആയിരിക്കും? 100 ഓം. അപ്പൊ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഒരു 100 ഓം റെസിസ്റ്റർ വേണം കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം. അല്ല, നിങ്ങൾ 100 ഓമിന് താഴെയാണ് ഉപയോഗിക്കുന്നത് ഇരിക്കട്ടെ, എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും ഇവൻ ഷോർട്ടായി, ഈ IL മിനിമം 0 എന്ന് പറഞ്ഞാൽ ഇവൻ ഷോർട്ട് ആവുന്ന കണ്ടീഷനാണ്. ഷോർട്ട് ആവുന്ന കണ്ടീഷനിൽ മൊത്തം കറണ്ട് എവിടെ കൂടെ ഒഴുകും? സെന്ററിൽ കൂടി ഒഴുകും. അപ്പോൾ കറണ്ട് ഇവിടെ കൂടും. ആറിന് എന്ത് ചെയ്യേണ്ടി പറ്റത്തില്ല? ആ കറണ്ടിനെ വിസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 ഓം റെസിസ്റ്റർ വേണം. നിങ്ങൾ 50 ഓം ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ 50 ഓം റെസിസ്റ്റർ അടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ച് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എത്ര എന്നുള്ളത് ഡിസൈൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പൊ നമുക്കിവിടെ വേണ്ടത് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആയിരുന്നു. അതിന് വേണ്ടത് വോൾട്ടേജ് അക്രോസ് R ഡിവൈഡഡ് ബൈ കറണ്ട് ത്രൂ R. വോൾട്ടേജ് അക്രോസ് R നമുക്ക് കിട്ടും വോൾട്ടേജ് ലോ ഉപയോഗിച്ച്. ഡ്രോപ്പ് നോക്കി കറണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? IZ മാക്സിമം എന്ന് പറയുന്ന ഡേറ്റയിൽ I മിനിമം 0 ആയിട്ട് അസ്യൂം ചെയ്ത് I കണ്ടുപിടിച്ചു. I കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? R നെ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നിങ്ങൾ നോക്കുക, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മൺഡേ നമ്മുടെ ഡിസ്കഷൻ സെഷനിൽ പറയും. So this is the third question. Over what range of input voltage will Zener regulating circuit maintain 30 voltage across 2000 ohm resistor, assuming that the series resistor R equal to 200 ohm and that maximum Zener current is 25 milliampere. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇൻപുട്ട് വോൾട്ടേജ് ഏത് മുതൽ ഏതുവരെ റേഞ്ച് വരാം. അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതിന് 30 വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് വോൾട്ടേജ് കിട്ടണം അക്രോസ് 2000 ഓം. അപ്പോൾ ആ ഒരു 30 വോൾട്ടേജ് കിട്ടാൻ ഇൻപുട്ട് വോൾട്ടേജ് ഏത് മുതൽ ഏതുവരെ വേരി ചെയ്യാം. അപ്പോൾ അവിടെ മാക്സിമം സെനർ കറണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം സെനർ കറണ്ട് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. നമുക്ക് ആദ്യം ഇതിന്റെ ഒരു പടം വരയ്ക്കാം. ഏത് ക്വസ്റ്റ്യൻ ആയാലും റെഗുലേറ്റർ സർക്യൂട്ട് ആണെങ്കിൽ നമ്മളൊരു സർക്യൂട്ട് വരച്ച് തുടങ്ങാം. So this is RL, this is R. ഇവിടുത്തെ വേരിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറയുന്നത് മെയിൻറ്റെയിൻ 30 വോൾട്ടേജ്. അപ്പൊ സെനർ വോൾട്ടേജ് 30 ആണ്, 30 വോൾട്ടേജ് ആണ്. അതേപോലെ RL എന്ന് പറയുന്നത് 2000 ഓം ആണ്, 2 കിലോ ഓം ആണ് RL എന്ന് പറയുന്നത്. മാക്സിമം സെനർ കറണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ അറിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്.
വോൾട്ടേജ് മിനിമം ആകുമ്പോൾ സെനർ കറണ്ട് എന്താ, അല്ല വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ സെനർ കറണ്ട് ഏത് കണ്ടുപിടിച്ചാൽ മതി, മാക്സിമം സെനർ കറണ്ട് കണ്ടുപിടിച്ച് വോൾട്ടേജ് എത്രയെന്ന് കിട്ടുന്നതായിരിക്കും മാക്സിമം വോൾട്ടേജ്. മിനിമം സെനർ കറണ്ട് എത്രയെന്ന് കണ്ടുപിടിച്ച് വോൾട്ടേജ് എത്രയെന്ന് കിട്ടുന്നതായിരിക്കും മിനിമം വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ആൻഡ് മിനിമം വോൾട്ടേജ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം സെനർ കറണ്ട് ഡേറ്റ ഉപയോഗിച്ച് സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, RL ഉണ്ട് 2000 ഓം, അതുപോലെ തന്നെ സീരീസ് റെസിസ്റ്റർ തന്നിട്ടുണ്ട് 200 ഓം. സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 30 വോൾട്ടേജ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജ് കിട്ടണം, സെനർ വോൾട്ടേജ് അറിയാം. ആ സമയം അല്ലെങ്കിൽ സെനർ കറണ്ട് മാക്സിമം ആകുന്ന സമയം ഉപയോഗിച്ച് നമ്മൾ ആരെ കണ്ടുപിടിക്കണം, Rന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വരുമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ Rന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവം എളുപ്പമാണ്. സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദിസ് ഡ്രോപ്പ് പ്ലസ് ദിസ് ഡ്രോപ്പ്, ഈ രണ്ട് ഡ്രോപ്പും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ Rന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ ദി ടോട്ടൽ കറണ്ട് I ഇൻറ്റു R ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, Rന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കിട്ടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ I കണ്ടുപിടിക്കുക. I കിട്ടിയാലേ നമുക്ക് Rന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കിട്ടത്തുള്ളൂ. അത് രണ്ടും കൂടെ കൂട്ടി നിങ്ങൾക്ക് എന്ത് കിട്ടും, സെനർ വോൾട്ടേജ് കിട്ടും. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സോഴ്സ് വോൾട്ടേജ് മാക്സിമം ആയാലും മിനിമം ആയാലും ഇവിടെ മാറാത്ത ഒരാളുണ്ട്, ആരാ, RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം, യു ക്യാൻ കാൽക്കുലേറ്റ് IL there. IL രണ്ടിലും സെയിം ആയിരിക്കും. വാട്ട് ഇസ് ലോഡ് കറണ്ട് IL, ഇവിടെ വരുന്ന IZ പോകും, IL പോകും. ഈ IL എന്തായിരിക്കും, രണ്ട് കണ്ടീഷനിലും സെയിം ആയിരിക്കും. IL എന്ന് പറയുന്നത് VL എത്ര ആയിരിക്കും, 30 വോൾട്ട് ആണ്. 30 ഡിവൈഡഡ് ബൈ 2000, 30 ഡിവൈഡഡ് ബൈ 2000 ആയിരിക്കും. IL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 15 മില്ലി ആംപിയർ, 15 ഇൻറ്റു 10⁻³ ആംപിയർ എന്ന് കിട്ടും. സോ IL രണ്ട് കണ്ടീഷനും സെയിം. നമ്മൾ അടുത്ത ആദ്യം കണ്ടുപിടിക്കുന്നു എന്താണ്, വാട്ട് ഈസ് ദി മാക്സിമം വോൾട്ടേജ്, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമത്തിൽ വരുന്ന വോൾട്ടേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, മാക്സിമം സെനർ കറണ്ടിന്റെ ഡേറ്റ എടുക്കുന്നു. IZ മാക്സിമം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എത്രയാ, IZ മാക്സിമം എന്ന് പറയുന്നത് 25 മില്ലി ആംപിയർ. IZ മാക്സിമം 25 മില്ലി ആംപിയർ. IL നമ്മൾ കണ്ടുപിടിച്ചു, അതിന് മാറ്റമില്ല, 15 മില്ലി ആംപിയർ. IL എന്ന് പറയുന്നത് 15 മില്ലി ആംപിയർ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആരെ കിട്ടും, വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് I, ടോട്ടൽ കറണ്ട്. IZ മാക്സിമം പ്ലസ് IL, IZ മാക്സിമം പ്ലസ് IL, നത്തിങ് ബട്ട് 25 പ്ലസ് 15 എത്ര കിട്ടും, 40 മില്ലി ആംപിയർ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ടായ I കണ്ടുപിടിച്ചു. ഇനി എളുപ്പമാണ്, I ആണ് R ൽ കൂടി ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R, VR. VR എത്രയായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R, ദിസ് I 40 ഇൻറ്റു 10⁻³ 40 ഇൻറ്റു 10⁻³ ഇൻറ്റു റെസിസ്റ്റർ എത്രയാ, R 200. 40 ഇൻറ്റു 10⁻³ ഇൻറ്റു 200 ഇറ്റ് ഈസ് 8 വോൾട്ട്. നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു, Rന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു, 8 വോൾട്ടേജ്. എപ്പോൾ, സെനർ കറണ്ട് മാക്സിമം ആകുമ്പോൾ. ആ സമയത്ത് കിട്ടുന്നത് ഇൻപുട്ട് വോൾട്ടേജിന്റെ ഏറ്റവും മാക്സിമം എത്ര എന്നുള്ളതാണ്. അപ്പം ഇവിടെ എത്ര കിട്ടി, ഇവിടെ നമുക്ക് 8 വോൾട്ടേജ് എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 30 വോൾട്ടേജ് എന്ന് കിട്ടി. സോ നിങ്ങൾക്കറിയാം വാട്ട് ഇസ് ദ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ദാൻ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ്, VX മാക്സിമം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഡ്രോപ്പ് കൂട്ടുക, 8 പ്ലസ് 30. സോ ഇറ്റ് ഈസ് 38 വോൾട്ട്. അപ്പം ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് ഏറ്റവും മാക്സിമം വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 38 വോൾട്ടേജ് ആണ്. അതിന് മുകളിലേക്ക് പോയാൽ കറണ്ട് കൂടും, ആരടിച്ചു പോകും, കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ അടിച്ചു പോകും. കാരണം IZ മാക്സിമത്തിൽ വെച്ചാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. സോ മാക്സിമം വോൾട്ടേജ് എത്രയിലേക്ക് പോകാം, 38 വോൾട്ടേജിലേക്ക് പോകാം. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, മിനിമം വോൾട്ടേജ് എത്രയെന്ന് കണ്ടുപിടിക്കുക. ഏത് കണ്ടീഷൻ ഉപയോഗിക്കുക, IZ മിനിമം 0 ആയിട്ട് ഉപയോഗിക്കുക. 0 കറണ്ടാണ് IZ കൂടി ഒഴുകുന്നു എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും, ഐഡിയൽ. ഇല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് സോഴ്സ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് VS മിനിമം. കണ്ടുപിടിക്കുക എത്രയായിരിക്കും VS മിനിമം എന്നുള്ളത്. നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.
അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും സെനർ ഡയോഡിന്റെ എല്ലാ പ്രോബ്ലവും. സെനർ കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വേരിയേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററിന്റെ വാല്യൂസും ചോദിക്കാം. അപ്പോൾ ഈ 3 പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.